അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-alpha റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 26 ബുധനാഴ്ച. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി 18ാമത് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവാകും. ഡൽഹിയിൽ ഇന്നലെ ചേർന്ന ഇന്ത്യ മുന്നണിയുടെ യോഗത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനമായത്. രാഹുൽ ഗാന്ധിയാണ് പ്രതിപക്ഷ നേതാവെന്ന് അറിയിച്ചുകൊണ്ട് പാർലമെന്ററി പാർട്ടി നേതാവ് സോണിയാഗാന്ധി പ്രോട്ടേം സ്പീക്കർക്ക് കത്ത് നൽകി. 18ാമത് ലോക്സഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന് NDAക്ക് വേണ്ടി BJPയുടെ ഓം ബിർളയും ഇന്ത്യ മുന്നണിക്ക് വേണ്ടി കോൺഗ്രസിന്റെ കൊടിക്കുന്നിൽ സുരേഷുമാണ് മത്സരിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരത്തിന് വഴിയൊരുങ്ങുന്നത്. ഇന്ന് 11 മണിക്കാണ് ലോക്സഭയിൽ വോട്ടെടുപ്പ് നടക്കുക. 543 അംഗ പാർലമെന്റിൽ 293 പേരുടെ പിന്തുണയാണ് NDA സഖ്യത്തിനുള്ളത്. 234 പേരാണ് ഇന്ത്യ സഖ്യത്തിനൊപ്പമുള്ളത്. ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അടിയന്തര യോഗങ്ങൾ ചേർന്ന് മുന്നണികൾ സഭയിൽ ഹാജരായിരിക്കണമെന്ന് MP-മാർക്ക് ഇരുമുന്നണികളും വിപ്പ് നൽകി. അതേസമയം ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ജഗൻമോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസ് പാർട്ടി ഓം ബിർളയെ പിന്തുണയ്ക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. 4 MP-മാരാണ് YSR കോൺഗ്രസിനുള്ളത്. രാഹുൽ ഗാന്ധി റായ്ബറേലി MP-യായി ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തത് ഭരണഘടന ഉയർത്തിപ്പിടിച്ച്. രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞയ്ക്കായി വന്നപ്പോൾ ജോഡോ ഭാരത് ജോഡോ എന്ന മുദ്രാവാക്യം മുഴങ്ങി. രാഹുലിന് ശേഷം അമേഠിയിൽ നിന്നുള്ള കിഷോരിലാൽ ശർമ്മയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. കനോജ് MP-യായ അഖിലേഷ് യാദവും സത്യപ്രതിജ്ഞ ചെയ്തു. BJP MP ഛത്രപാൽ സിംഗ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ജയ് ഹിന്ദു രാഷ്ട്രം എന്ന് വിളിച്ചതും അസദുദ്ദീൻ ഒവൈസി ജയ് പലസ്തീൻ എന്ന് പറഞ്ഞതും ലോക്സഭയിൽ വലിയ ബഹളത്തിനിടയാക്കി. അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ നിന്നും വിജയിച്ച സമാജ്വാദി പാർട്ടി നേതാവ് അവധേഷ് പ്രസാദിന്റെ സത്യപ്രതിജ്ഞ ജയ് ശ്രീറാം വിളിച്ചാണ് പ്രതിപക്ഷം ആഘോഷിച്ചത്. ഗാസിയാബാദ് MP അതുൽ ഗാർഗ് സത്യവാചകത്തിന് ശേഷം നരേന്ദ്രമോദിക്കും ഹെഡ്ഗേവാറിനും ജയ് വിളിച്ചതും പ്രതിപക്ഷ ബഹളത്തിനിടയാക്കി. മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ തീഹാർ ജയിലിലെത്തി ചോദ്യം ചെയ്ത CBI അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനൊരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. ഇന്ന് കെജ്രിവാളിനെ CBI കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമേ അറസ്റ്റ് നടപടിയിലേക്ക് കടക്കൂ. വിചാരണ കോടതി നൽകിയ ജാമ്യം ഹൈക്കോടതി ഇന്നലെ റദ്ദാക്കിയിരുന്നു. ഈ നടപടിക്കെതിരായ കെജ്രിവാളിന്റെ അപ്പീൽ ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് CBIയുടെ അപ്രതീക്ഷിത നീക്കം. കെജ്രിവാളിനെ എന്നേക്കുമായി ഇല്ലാതാക്കാനാണ് BJP നീക്കമെന്ന് AAP ആരോപിച്ചു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. പലയിടത്തും നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തു. ശക്തമായ മഴയെ തുടർന്ന് ദേവികുളം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. മൂന്നാർ കോളനിയിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ പ്രദേശത്തെ കുടുംബങ്ങളെ പഴയ മൂന്നാർ CSI ഹാളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെയുള്ള യാത്ര നിരോധിച്ചിട്ടുണ്ട്. മലബാറിലെ +1 സീറ്റ് ക്ഷാമം പരിഹരിക്കാൻ അധിക ബാച്ച് അനുവദിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി വ്യക്തമാക്കി. മലപ്പുറം ജില്ലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇക്കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ 2 പേരടങ്ങുന്ന സമിതിയെ നിശ്ചയിക്കുകയാണ്. ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർ അക്കാദമിക്സ്, മലപ്പുറം RDD എന്നിവരാണ് സമിതി അംഗങ്ങൾ. ജൂലൈ 5-നകം സമിതി റിപ്പോർട്ട് സർക്കാരിന് നൽകണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട സമിതി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്താനാണ് തീരുമാനമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. നിലവിൽ ജൂലൈ 31-നകം അഡ്മിഷൻ അവസാനിപ്പിക്കുന്ന രീതിയിലാണ് പ്രവേശന ഷെഡ്യൂൾ. +1 പഠനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ഉറപ്പാക്കും. ഇതിനകം ക്ലാസ് നഷ്ടമാകുന്ന വിദ്യാർത്ഥികൾക്ക് ബ്രിഡ്ജ് കോഴ്സ് നൽകി പഠന വിടവ് നികത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. വിദ്യാർത്ഥി സംഘടനകളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തുടർ പഠനത്തിന് മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവസരം ലഭിക്കുന്നതുവരെ മുസ്ലിം ലീഗും പോഷക ഘടകങ്ങളും സമരം തുടരുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMA സലാം. വിദ്യാർത്ഥി സംഘടനകളുമായി മന്ത്രി ഇന്നലെ നടത്തിയ ചർച്ചകളിലെ തീരുമാനങ്ങൾ സർക്കാർ നടപ്പാക്കുമോ എന്ന് പരിശോധിക്കുമെന്നും ജൂലൈ 5 വരെ കാത്തിരിക്കുമെന്നും തീരുമാനങ്ങൾ നടപ്പാക്കാത്ത പക്ഷം പ്രക്ഷോഭം ശക്തമാക്കുമെന്നും PMA സലാം പറഞ്ഞു.
വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയം മലപ്പുറത്തിന്റെ മാത്രം പ്രശ്നമാക്കി ഒതുക്കാനാണ് ശ്രമിക്കുന്നതെന്നും മലബാറിലെ 6 ജില്ലകളിലും ഗൗരവതരമായ പ്രശ്നമുണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കള്ളക്കണക്കുകളാണെന്നും PMA സലാം കൂട്ടിച്ചേർത്തു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. KSRTC ആരംഭിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിന്റെയും സോളാർ പവർ പ്ലാന്റിന്റെയും സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. ഉന്നത നിലവാരത്തിലുള്ള ഡ്രൈവിംഗ് പരിശീലനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് KSRTC ഡ്രൈവിംഗ് സ്കൂളുകൾ എന്ന പുതിയ സംരംഭത്തിന് തുടക്കമിടുന്നത്. ആദ്യഘട്ടത്തിൽ KSRTCയുടെ കീഴിൽ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്നത് 23 കേന്ദ്രങ്ങളിലായിരിക്കും. സംസ്ഥാനത്തെ NHMന്റെ പ്രവർത്തനങ്ങൾക്കായി 2023-24 സാമ്പത്തിക വർഷം ലഭിക്കേണ്ടിയിരുന്ന 637 കോടി രൂപയുടെ ക്യാഷ് ഗ്രാന്റും നടപ്പ് സാമ്പത്തിക വർഷത്തെ 1ാം ഗഡുവും അനുവദിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് കത്തെഴുതി. എമർജൻസി ആംബുലൻസ് സർവീസ്, ബയോമെഡിക്കൽ ഉപകരണങ്ങൾ, പാലിയേറ്റീവ് കെയർ, ഡയാലിസിസ് തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾക്ക് പലവിധ ബുദ്ധിമുട്ടുകളും നേരിടുന്നതിനാൽ എത്രയും വേഗം തുക അനുവദിച്ചു നൽകണമെന്ന് മന്ത്രി കത്തിലൂടെ അഭ്യർത്ഥിച്ചു. C ക്ലാസ് പട്ടികയിലേക്ക് കേരള ബാങ്കിനെ തരം താഴ്ത്തി റിസർവ് ബാങ്ക്. വായ്പാ വിതരണത്തിൽ അടക്കം കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി. കേരള ബാങ്കിന് ഇനി 25 ലക്ഷത്തിന് മുകളിൽ വ്യക്തിഗത വായ്പ നൽകാനാവില്ല. നൽകിയ വായ്പകൾ ഘട്ടം ഘട്ടമായി തിരിച്ചുപിടിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നബാർഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് റിസർവ് ബാങ്കിന്റെ നടപടി. ഇടപാടിൽ 80% വ്യക്തിഗത വായ്പകളാണെന്നിരിക്കെ റിസർവ് ബാങ്ക് തീരുമാനം കേരള ബാങ്കിന് വലിയ തിരിച്ചടിയാണ്. മനു തോമസിനെ പാർട്ടി പുറത്താക്കിയിട്ടില്ലെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. പാർട്ടി യോഗങ്ങളിൽ മനു തോമസ് 1.5 വർഷമായി പങ്കെടുക്കാറില്ല. പാർട്ടി അംഗത്വം പുതുക്കിയതുമില്ല. അതുകൊണ്ടാണ് ഒഴിവാക്കിയത്. ബോധപൂർവം മനു തോമസിനെ പാർട്ടി തഴഞ്ഞിട്ടില്ല. മനസ്സുമടുത്ത് രാഷ്ട്രീയം വിടണമെങ്കിൽ ഒരാൾ കമ്മ്യൂണിസ്റ്റ് അല്ലാതിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കൊട്ടേഷൻ സംഘങ്ങളെ പാർട്ടി തള്ളിപ്പറഞ്ഞതാണെന്നും M ഷാജറിനെതിരെ മനു തോമസ് നൽകിയ പരാതിയിൽ അടിസ്ഥാനമില്ലെന്നാണ് കണ്ടെത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തെ വെട്ടിമുറിക്കണമെന്നും മലബാർ സംസ്ഥാനം വേണമെന്നുമുള്ള സമസ്ത നേതാവ് മുസ്തഫ മുണ്ടുപാറയുടെ നിലപാട് വിഘടനവാദമാണെന്ന് CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്. മലയാളികളുടെ മാതൃഭൂമിയെ വെട്ടിമുറിക്കണമെന്ന വാദം ഞെട്ടിപ്പിക്കുന്നതാണെന്നും ഭൂരിപക്ഷ തീവ്ര വർഗീയ ശക്തികൾക്ക് രാജ്യത്തെ ധ്രുവീകരിക്കാനുള്ള ആയുധമാണ് ഈ വിഘടനവാദ പ്രസ്താവനയിലൂടെ നൽകുന്നതെന്നും EN മോഹൻദാസ് പറഞ്ഞു. കേരളത്തെ വെട്ടിമുറിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് SYS നേതാവ് മുസ്തഫ മുണ്ടുപാറ. വിഭവ വിതരണത്തിൽ തെക്കൻ കേരളവും മലബാറും തമ്മിലുള്ള അസമത്വമാണ് ചൂണ്ടിക്കാണിച്ചതെന്നും മുസ്തഫ മുണ്ടുപാറ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗത്തിലാണ് മലബാർ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശമുണ്ടായത്. ഇതിനെതിരെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിമർശനം ശക്തമാക്കിയതോടെയാണ് വിശദീകരണവുമായി മുണ്ടുപാറ രംഗത്തെത്തിയത്. ഈ മാസം 10 ആരംഭിച്ച സംസ്ഥാന നിയമസഭാ സമ്മേളനം ജൂലൈ 11 അവസാനിക്കും. നടപടിക്രമങ്ങൾ ജൂലൈ 11 തന്നെ തീരുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കാര്യോപദേശക സമിതി യോഗത്തിലാണ് തീരുമാനം. നേരത്തെ ജൂലൈ 25 വരെ സഭ സമ്മേളിക്കാനായിരുന്നു തീരുമാനം. ധനാഭ്യർത്ഥനകളും ബില്ലുകളും ജൂലൈ 11 മുമ്പ് അവതരിപ്പിക്കാനാവുമെന്ന സാഹചര്യത്തിലാണ് ഇന്നലെ ചേർന്ന കാര്യോപദേശക സമിതി യോഗം സമ്മേളനം വെട്ടിച്ചുരുക്കാൻ തീരുമാനിച്ചത്. കോടതി ജീവനക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് നിവേദനം നൽകി അതിജീവിതയായ നടിക്കൊപ്പം എന്ന സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മ. നടിയെ ആക്രമിച്ച കേസിലെ നിർണായക തെളിവായ മെമ്മറി കാർഡ് കോടതി സൂക്ഷിച്ചിരിക്കെ തുറന്ന് പരിശോധിച്ചവർക്കെതിരെ നടപടി വേണമെന്നും കുറ്റവാളികളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും ശിക്ഷിക്കണമെന്നുമാണ് ആവശ്യം. 100-ലേറെ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകർ ചേർന്നാണ് നിവേദനം നൽകിയിരിക്കുന്നത്. മൂന്നാറിലെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വേണ്ടെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാമെന്നും സർക്കാർ വ്യക്തമാക്കി. മൂന്നാറിൽ വ്യാജ പട്ടയങ്ങൾ ഇല്ലെന്നും പട്ടയങ്ങൾ നൽകിയതിൽ ക്രമക്കേടാണ് കണ്ടെത്തിയിരിക്കുന്നതെന്നും AG വിശദീകരിച്ചു. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ ഇതുവരെ സ്വീകരിച്ച നടപടികളും സർക്കാർ കോടതിയെ അറിയിച്ചു. ഡിജിറ്റൽ സർവേ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചു.
പൊതുരംഗത്ത് സജീവമാകാൻ മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ച് റിപ്പോർട്ടർ ചാനൽ എഡിറ്റർ ഇൻ ചീഫ് MV നികേഷ് കുമാർ. രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടക്കുന്നതിനാണ് 28 വർഷത്തെ മാധ്യമ ജീവിതം അദ്ദേഹം അവസാനിപ്പിച്ചത്. പുതിയൊരു കർമ്മരംഗം തേടിയാണ് പോകുന്നതെന്നും CPM അംഗമായി പൊതുരംഗത്തുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതെന്താ വണ്ടി അവിടെ പാർക്ക് ചെയ്യാത്തെ? ബെൻസ് വരും. അതെ, മെഗാ സമ്മാനം പുതിയ ബെൻസ് കാറാണ്. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. പിന്നെ ആദ്യ സീരീസിൽ 170 പേർക്ക് ഐഫോൺ. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. കർണാടകയിൽ ഒരു പാക്കറ്റ് പാലിന് 2 രൂപ വില വർധന. വില കൂട്ടിയതിന് പകരമായി 1/2 ലിറ്റർ 1 ലിറ്റർ പാൽ പാക്കറ്റുകളിൽ 50 മില്ലി ലിറ്റർ പാൽ അധികമായി നൽകും. നന്ദിനി പുറത്തിറക്കുന്ന എല്ലാ പാൽ പാക്കറ്റുകൾക്കും വില വർധന ബാധകമാണ്. കർണാടക മിൽക്ക് ഫെഡറേഷൻ ചെയർമാൻ ഭീമ നായിക്കാണ് ഇക്കാര്യം അറിയിച്ചത്. പൂനെയിൽ പോർഷെ കാർ ഇടിച്ച് IT ജീവനക്കാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിയെ ഉടൻ മോചിപ്പിക്കണമെന്ന് ബോംബെ ഹൈക്കോടതി. മെയ് 19-ന് 17 വയസ്സുകാരൻ ഓടിച്ച കാറിടിച്ച് 2 സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ കൊല്ലപ്പെടുകയും വ്യാപക പ്രതിഷേധമുണ്ടാകുകയും ചെയ്തിരുന്നു. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പരിഗണിക്കണമെന്നും കുറ്റകൃത്യം ഗൗരവമാണെങ്കിലും നിയമപരമായി ഏതൊരു കുട്ടിയെയും മുതിർന്നവരിൽ നിന്ന് വേറിട്ട് പരിഗണിക്കുമെന്നും ജസ്റ്റിസ് ഭാരതി ദാംഗ്രെ, ജസ്റ്റിസ് മഞ്ജുഷ ദേശ്പാണ്ഡെ എന്നിവരുടെ ബെഞ്ച് പറഞ്ഞു. റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത IDയിൽ നിന്ന് ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് യൂസറിനും കുടുംബാംഗങ്ങൾക്കും മാത്രമാക്കി നിയന്ത്രിച്ചുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് IRCTC. അത്തരത്തിൽ ഒരു നടപടി റെയിൽവേയോ IRCTCയോ സ്വീകരിച്ചിട്ടില്ലെന്നും പ്രചരിക്കുന്നത് വ്യാജ വാർത്തയാണെന്നും IRCTC വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. റെയിൽവേ ബോർഡ് ഗൈഡ് ലൈൻ അനുസരിച്ച് ആരുടെ അക്കൗണ്ടിൽ നിന്നും സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കും ബന്ധുക്കൾക്കും ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്നും IRCTC അറിയിച്ചു. പരീക്ഷാ ക്രമക്കേട് നടത്തുന്നവർക്ക് ജീവപര്യന്തം തടവും 1 കോടി രൂപ പിഴയും ചുമത്തുന്ന ഓർഡിനൻസ് കൊണ്ടുവരാൻ ഉത്തർപ്രദേശ് സർക്കാർ. നിയമസഭാ കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റ് പരീക്ഷയുടെയും RO ARO പരീക്ഷയുടെയും ചോദ്യപേപ്പറുകൾ ചോർന്ന പശ്ചാത്തലത്തിലാണ് നീക്കം. വ്യാജ ചോദ്യപേപ്പർ വിതരണം ചെയ്യുന്നതും വ്യാജ തൊഴിൽ വെബ്സൈറ്റുകൾ സൃഷ്ടിക്കുന്നതും കുറ്റകരമാണ്. 2 വർഷം മുതൽ ജീവപര്യന്തം തടവും 1 കോടി രൂപ വരെ പിഴയുമാണ് കുറ്റക്കാർക്ക് ലഭിക്കുക. സ്പീക്കർ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി ഇന്ത്യ സഖ്യത്തിൽ അതൃപ്തിയെന്ന് സൂചന. കൂടിയാലോചന നടത്തിയില്ലെന്ന് ആരോപിച്ച് തൃണമൂൽ കോൺഗ്രസും NCPയും രംഗത്തെത്തിയെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി കൊടിക്കുന്നിൽ സുരേഷിനെ നാമനിർദ്ദേശം ചെയ്തത് കോൺഗ്രസിന്റെ ഏകപക്ഷീയമായ തീരുമാനമാണെന്നാണ് വിമർശനം. തൃണമൂലുമായി വിഷയം ചർച്ച ചെയ്തിട്ടില്ലെന്ന് പാർട്ടിയുടെ നേതാവ് സുദീപ് ബന്ദോപാധ്യായ പറഞ്ഞു. നികുതി വർധന നിർദ്ദേശങ്ങളിൽ പ്രതിഷേധിച്ച് കെനിയയിൽ തുടരുന്ന പ്രക്ഷോഭങ്ങൾക്കിടെ പാർലമെന്റ് മന്ദിരത്തിന് നേരെയും ആക്രമണം. മന്ദിരത്തിന്റെ ഒരു ഭാഗത്ത് തീയിട്ടതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പോലീസും പ്രതിഷേധക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 5 പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ പറയുന്നു. നികുതി വർധനവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ പ്രതിഷേധക്കാർ സുരക്ഷാ ബാരിക്കേഡുകൾ തകർത്ത് പാർലമെന്റിൽ പ്രവേശിക്കുകയായിരുന്നു. ക്രിക്കറ്റ് ആരാധകരുടെ ഹരമായ ഓസ്ട്രേലിയൻ ഓപ്പണർ ഡേവിഡ് വാർണർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. 2020 ലോകകപ്പിൽ സെമി കാണാതെ ഓസീസ് പുറത്തായതോടെയാണ് 37-ാം വയസ്സിൽ ഡേവിഡ് വാർണറുടെ അന്താരാഷ്ട്ര വിരമിക്കൽ സംഭവിച്ചത്. ടെസ്റ്റ് ഏകദിന ഫോർമാറ്റുകളിൽ നിന്ന് വാർണർ നേരത്തെ വിരമിച്ചിരുന്നു. വാർണറുടെ 15 വർഷം നീണ്ട രാജ്യാന്തര ക്രിക്കറ്റ് കരിയറിനാണ് ഇതോടെ അവസാനമാകുന്നത്. 2020 ക്രിക്കറ്റ് ലോകകപ്പിലെ സെമി ഫൈനൽ മത്സരങ്ങൾ നാളെ. ആദ്യ സെമിയിൽ ടൂർണമെന്റിലെ കറുത്ത കുതിരകളായ അഫ്ഗാനിസ്ഥാൻ ദക്ഷിണാഫ്രിക്കയുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാവിലെ 6 മണി മുതലാണ് മത്സരം ആരംഭിക്കുക. രണ്ടാമത്തെ മത്സരം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലാണ്. ഇന്ത്യൻ സമയം രാത്രി 8 മണി മുതൽ മത്സരം ആരംഭിക്കും. യൂറോ കപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഡിയിൽ നെതർലൻഡ്സിനെ തകർത്ത് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി പ്രീ ക്വാർട്ടർ യോഗ്യത നേടി ഓസ്ട്രിയ. 2-നെതിരെ 3 ഗോളുകൾക്കാണ് ഓസ്ട്രിയ ഡച്ച് പടയെ തകർത്തത്. അതേസമയം ഗ്രൂപ്പ് ഡിയിലെ മറ്റൊരു മത്സരത്തിൽ പോളണ്ടിനെതിരെ സമനില വഴങ്ങിയ ഫ്രാൻസ് രണ്ടാമതായും നോക്കൌട്ട് ഉറപ്പിച്ചു. 2 പെനാൽറ്റികൾ വിധി നിർണയിച്ച മത്സരത്തിന്റെ 56-ാം മിനിറ്റിലെ ഫ്രഞ്ച് ക്യാപ്റ്റൻ കിലിയൻ എംബാപ്പയുടെ പെനാൽറ്റി ഗോളിന് 79-ാം മിനിറ്റിൽ ക്യാപ്റ്റൻ റോബർട്ട് ലെവൻഡോസ്കിയിലൂടെ പോളണ്ട് മറുപടി നൽകുകയായിരുന്നു. യൂറോ കപ്പ് ഫുട്ബോളിലെ ഗ്രൂപ്പ് സിയിൽ സ്ലോവേനിയക്കെതിരായ ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞ ഇംഗ്ലണ്ട് 5 പോയിന്റോടെ ആദ്യ സ്ഥാനക്കാരായി പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഗ്രൂപ്പ് സിയിലെ മറ്റൊരു മത്സരത്തിൽ സെർബിയക്കെതിരെ ഗോൾ രഹിത സമനില നേടിയ ഡെൻമാർക്ക് 3 സമനിലയുമായി 2ാം സ്ഥാനത്തോടെ നോക്കൌട്ട് ഉറപ്പിച്ചു.
ഇതോടുകൂടി ഡെയിലി ന്യൂസിൽ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.